ആദായനികുതി വകുപ്പിന്റെ നടപടിയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പണമില്ലാതെ വലയുകയാണ് കോൺഗ്രസ്. എന്ത് ചെയ്യുമെന്നറിയാതെ നെട്ടോട്ടത്തിലായ നേതാക്കൾ ഇന്നലെ രണ്ടും കൽപ്പിച്ച് ബക്കറ്റുമെടുത്ത് തെരുവിലേക്ക് ഇറങ്ങി. പണ്ട് ആനയും അമ്പാരിയും ഉണ്ടായിരുന്ന തറവാടായിരുന്നു. ഇന്ന് ക്ഷയിച്ച് പടുകുഴിയിലായി. ഈ ക്ലീഷേ കഥയിലെ പോലെയാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. തെരഞ്ഞെടുപ്പ് കാലത്ത് 3-4 തവണ ഹൈക്കമാൻഡിൽ നിന്ന് KPCCയിലേക്ക് സഹായമെത്തിയ കാലമുണ്ടായിരുന്നു. ഇത്തവണ ഹൈക്കമാൻഡിനെ സഹായിക്കാൻ പോലും ആരുമില്ലെന്നാണ് അവസ്ഥ. ഉള്ള മുണ്ടും ഖദറുമൊക്കെയായി നേതാക്കൾ തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്നു. ഖദറുടുപ്പിലെ പോക്കറ്റിൽ തെളിഞ്ഞു കാണുന്ന നിലയിലുള്ള 500 രൂപ നോട്ട് ഇന്ന് ഒരു നേതാക്കളുടെ കയ്യിലുമില്ല. ഉണ്ടെങ്കിലും പരസ്യമാക്കില്ല. കണ്ടാൽ അപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വം പിരിവ് ചോദിക്കും. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പിന്നെ എന്താണ് വഴി? ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. സാധാരണക്കാരെ പിടിക്കാം, പിരിവിനിറങ്ങാം. കെ കരുണാകരൻ മന്ദിരം INTUC ഫണ്ട് സമരാഗ്നി. താഴെത്തട്ടിൽ പ്രവർത്തകർ പിരിച്ചുമെടുത്തു. നേതൃത്വത്തിന്റെ ആഹ്വാനം കൊണ്ട് മാത്രം പണമെത്തില്ല. അങ്ങനെ നേതാക്കൾ നേരിട്ടിറങ്ങി. തിരുവനന്തപുരം പാളയത്ത് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനും DCC പ്രസിഡന്റ് പാലോട് രവിയും നേതൃത്വം നൽകി. ബക്കറ്റും പിടിച്ച് MM ഹസൻ മുന്നേ നടന്നു. നയാ പൈസ ഇല്ലെങ്കിലും ക്യാമറ കണ്ടപ്പോൾ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഹാലിളകി. മുന്നിലെത്താൻ ഇടിയോടിടി. പാളയം ചന്തയിലെ ചെറിയ കടകളിൽ നിന്നും ഉള്ളത് തന്നാൽ മതിയെന്ന അഭ്യർത്ഥനയുമായി രണ്ടും കൽപ്പിച്ചങ്ങ് പിരിവ് തുടങ്ങി. 10 രൂപ പ്രതീക്ഷിച്ചെടുത്ത് 100 വീണപ്പോൾ KPCC പ്രസിഡന്റിനും എന്തെന്നില്ലാത്ത സന്തോഷം. കേന്ദ്ര സർക്കാർ ഇനി എന്തൊക്കെ ചെയ്താലും കോൺഗ്രസിന് തോൽക്കാൻ മനസ്സില്ലെന്ന് MM ഹസൻ. സർക്കാർ ഫണ്ട് ഫ്രീസ് ചെയ്താലും ജനങ്ങളുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമെന്ന് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നത്. പിരിവ് കടകളിൽ നിന്ന് കടകളിലേക്ക് തുടർന്നു. തരാൻ വിമുഖത കാട്ടിയവരോട് പ്രവർത്തകർ മുറുമുറുത്തു. പിരിച്ചു പോയപ്പോൾ അതാ ഒരു ഫ്രൈഡ് ചിക്കന്റെ കട. ചില നേതാക്കൾ അവിടെ എങ്ങിരുന്നു. അപ്പോഴും വാഹനത്തിൽ നിന്ന് അനൗൺസ്മെന്റ് മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ക്യാമറാമാൻ നന്ദകിഷോറിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.